This video is sponsored by SPO Digital Marketing. ஸ்கிப் பண்ணாதீங்க. பெரிய தப்பு. தினம் 300 ரூபாய் சம்பாதிக்க அரிய வாய்ப்பு. இன்ஸ்டாகிராம், ஃபேஸ்புக் பயன்படுத்த தெரிந்தால் போதும் கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் 300 ரூபாய் சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒர்க் ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ளவும் முடியும், சம்பாதிக்கவும் முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்திற்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷன்ல கொடுத்திருக்க நம்பருக்கு வாட்ஸ்அப் பண்ணுங்க. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നേക്കുന്നത് ഒരു മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അല്ലേ, പ്രഗ്നൻ്റ് ആയ ആൾക്കാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. മസാല ചില ആൾക്കാർക്ക് ഈ യെല്ലോ കളർ കാണാം, പിന്നെ ബീട്രൂട്ട് ഇടുമ്പോഴത്തേക്ക് ഈ കളറാവും. അത് നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് ഈ കളറാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ബീട്രൂട്ട് വെച്ചാണ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ മാവ് ഓൾറെഡി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ മസാല ദോശയുടെ മാവിൽ കുറച്ച് ഉഴുന്ന് കൂടുതൽ ചേർക്കുന്നത് നന്നായിട്ടിരിക്കും. ആ ക്രിസ്മസും ആ ഉഴുന്നിൻ്റെ മണമൊക്കെ ഉണ്ടെങ്കിൽ ആ മസാല ദോശയുടെ ആ മണം കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ഉരുളക്കിഴങ്ങും ഒരു ബീട്രൂട്ടും ഒരു ക്യാരറ്റും എടുത്ത് കുക്കറിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ വേവിച്ചെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലിട്ടിട്ടാണ് അത് നന്നായി വേവിച്ചെടുത്തത്. ഇനി നമുക്ക് വേണ്ടത് 2 ഉള്ളി, 2 പച്ചമുളകും അരിഞ്ഞ് മാറ്റി വയ്ക്കണം. ഇപ്പം ഞാൻ അതൊക്കെ തോല് കളഞ്ഞ് നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ബീട്രൂട്ട് നന്നായിട്ട് വെന്തെങ്കിലും നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുള്ളൂ. ബീട്രൂട്ടാണ് ഇതിൽ കുറച്ച് വേവ് കൂടുതലുള്ളത്. പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും തോല് പോക്കിയിട്ട് നന്നായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് ബീട്രൂട്ട് ഇല്ലാത്ത മസാല വേണമെങ്കിൽ ബീട്രൂട്ട് ചേർക്കണ്ട. ചില കടകളിലൊക്കെ യെല്ലോ കളറുള്ള മസാല ഉണ്ടാവാറ് ബീട്രൂട്ട് സ്കിപ്പ് ചെയ്തിട്ട്. പക്ഷേ ഞാൻ കഴിക്കുന്ന മസാല സാധാരണ ബീട്രൂട്ട് ഉണ്ടാവാറുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ബീട്രൂട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊരു കടായിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ ഉള്ളിയും പച്ചമുളകും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇച്ചിരി ഉപ്പിട്ടെങ്കിലേ നന്നായിട്ട് വേണ്ട വരത്തുള്ളൂ അത്. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയുടെ അളവ് ഞാനിവിടെ പറഞ്ഞില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് ദോശ വേണം അതിനനുസരിച്ച് നമുക്ക് മസാല തയ്യാറാക്കുന്നതാണ്. ഞാനിപ്പോൾ ഒരു 5 പേർക്ക് കഴിക്കാനുള്ള മസാല ദോശയ്ക്കുള്ളതാണ് മസാല എടുത്തേക്കുന്നത്. സവാള കുറച്ചൊന്ന് വേവണം, എന്ന് വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഓൾറെഡി വെന്തതാണല്ലോ. ഉള്ളി നന്നായിട്ടൊന്ന് വെന്ത് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ട്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് അതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ബീട്രൂട്ടിൻ്റെ കളറൊക്കെ ഇറങ്ങി നല്ല റെഡിഷ് ആയിട്ട് വരും ഇത്. ഇനി നമുക്കിതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിനും കൂടി വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 2 സ്പൂണായിട്ട് വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഒരുപാട് വെള്ളം ചേർക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വെള്ളം തളിച്ച് കൊടുക്കുക ചെയ്യേണ്ടത്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഞാൻ മൂടി വെച്ച് ഒന്നുകൂടെ വേവിക്കുകയാണേ. അപ്പം നമ്മുടെ മസാല ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല റെഡിഷ് കളറായിട്ടുണ്ട്. നമ്മുടെ പച്ചമുളക് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ വിട്ട് തുടങ്ങാം. അല്ല, മസാല ദോശയ്ക്ക് നല്ല നേർമയായിട്ട് പരത്തി എത്ര വലുപ്പമാക്കാൻ പറ്റുമോ അത്രയും വലുപ്പം ഞാൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് നന്നായിട്ട് ക്രിസ്പി ആകുന്നവരെ ക്ഷമിക്കുക. ഒരു ഭാഗമല്ലേ നമുക്ക് തിരിച്ചിടണ്ടോ. നന്നായിട്ട് ക്രിസ്പി ആകുന്നവരെ വേഗം വയ്ക്കുക. അപ്പോഴാണ് ഈ ക്രിസ്പിനെസ്സോട് ആ ഉഴുന്നിൻ്റെ മണവും ഒരു വല്ലാത്ത ടേസ്റ്റാണ് ഈ ഒരു മസാല ദോശയ്ക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മസാല ദോശ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയൊരു റെസിപ്പി ആയിട്ട് കാണാം. അതായിരിക്കും. ബൈ.